സർ, ഇറാൻ സംഘർഷം 11ാം ദിവസമാണിന്ന്. 3-4 ദിവസങ്ങൾ കൊണ്ട് സ്ഥിതി വളരെ ശാന്തമാകും എന്ന് കരുതിയെടുത്തു നിന്ന് 11ാം ദിവസത്തിലേക്കെത്തി. ഗൾഫ് മേഖല ആകെ കലുഷിതമാണ് എന്ന് തന്നെ പറയാം. റഷ്യയും ഫ്രാൻസും തമ്മിൽ ഇതിനിടയിൽ ഒരു നിർണായകമായ കൂടിക്കാഴ്ച നടന്നിട്ടുണ്ട്. എന്തൊക്കെ തീരുമാനങ്ങളാണ് അവരെടുത്തിരിക്കുന്നത് എന്നറിയില്ല. ഇസ്രയേൽ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. ട്രംപ് പാടെ ഇറാനെ തകർക്കും എന്ന് തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഇറാനെതിരെ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. പക്ഷേ ഇറാൻ കൃത്യമായി ഗൾഫ് മേഖലയ്ക്ക് നേരെ വലിയ വ്യാപകമായ ആക്രമണം അഴിച്ചുവിടുന്നുണ്ട്. ബഹ്റൈനിൽ ഒരു സ്ത്രീ ഉൾപ്പെടെ ഒട്ടനവധി ആളുകൾ കൊല്ലപ്പെട്ടു, പരിക്കേറ്റിട്ടുണ്ട്. എങ്ങനെ വിലയിരുത്താം സർ? ഗൾഫിലെ സംഘർഷം കേവലം ഇസ്രയേലും ഇറാനും തമ്മിൽ അഥവാ അമേരിക്കയും തമ്മിലുള്ള ഒരു പ്രശ്നമായി അല്ല ഇന്ന് ലോകം കാണുന്നത്. ആഗോള രംഗത്തെ വ്യാപാര മേഖലയെ സ്തംഭിപ്പിക്കുന്ന തരത്തിൽ ഹോർമൂസ് കടലിടുക്ക് അപകടകരമായ രീതിയിലേക്ക് ഉപരോധിക്കപ്പെടുന്ന ഒരവസ്ഥയാണ് ഇന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് കേവലം 2-3 രാജ്യങ്ങൾ അഥവാ ഗൾഫ് രാജ്യങ്ങൾ മാത്രം നേരിടുന്ന ഒരു പ്രതിസന്ധിയല്ല. ആഗോളതലത്തിലെ എല്ലാ രാജ്യങ്ങളെയും ഈ പ്രതിസന്ധി ബാധിക്കാൻ പോകുന്നു എന്നുള്ളത് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ലോകത്തെ സാമ്പത്തിക വൻശക്തികൾക്കാണ് ഇത് ഏറ്റവും വലിയ ആഘാതമേൽപ്പിക്കുക. അതായത് 1 മുതൽ 10 വരെ സാമ്പത്തിക ശക്തികൾ നിൽക്കുന്ന ലോകരാജ്യങ്ങളുടെ ദൈനംദിന സാമ്പത്തിക ക്രമങ്ങളെ തകിടം മറിക്കുന്ന തരത്തിലേക്ക് ഗൾഫ് സംഘർഷം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെറിയ രാജ്യങ്ങൾക്കൊക്കെ ഉണ്ടാവുന്ന ഡാമേജിനേക്കാൾ വലിയ ഡാമേജ് ആയിരിക്കും വൻകിട രാജ്യങ്ങൾക്കും വൻ ശക്തികൾക്കും സംഭവിക്കുക. അതിന്റെ ഗൗരവം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഫ്രാൻസും റഷ്യയും തമ്മിൽ ഇപ്പോൾ ചർച്ച ആരംഭിച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുക. ഈ ചർച്ച ഇനി ലോകരാജ്യങ്ങളിൽ എല്ലാവരും തുടരും. എനിക്ക് തോന്നുന്നു അധികം താമസിയാതെ ചൈന, ഇന്ത്യ ഒക്കെ തന്നെ ഒരു വൈറ്റൽ റോളിലേക്ക് വരും. വരാതിരിക്കാൻ കഴിയില്ല. ജപ്പാനും അതേ വഴി തന്നെ സ്വീകരിക്കേണ്ടി വരും. അങ്ങനെ ലോകത്തെ വൻശക്തി രാഷ്ട്രങ്ങളെല്ലാം തന്നെ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങി ഈ പ്രശ്നങ്ങൾക്ക് നേരെ പ്രതികരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇതിനെ പലരും പല വിധത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഇതൊരു 3ാം ലോകമഹായുദ്ധമാവുകയില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. പക്ഷേ പഴയ കാലം പോലെ ഒരു 3ാം ലോകമഹായുദ്ധം ഫിസിക്കലായിട്ട് വരുത്തേണ്ട കാര്യം ഇപ്പോൾ ഇല്ല. സാമ്പത്തിക രംഗത്തെ ഉപരോധങ്ങളിലൂടെയും അന്താരാഷ്ട്ര രംഗത്തെ കൃത്യമായ തീരുമാനങ്ങളിലൂടെയും അതിശക്തമായിട്ടുള്ള ഒരു ശീതയുദ്ധമോ അതല്ലെങ്കിൽ ഒരു സാമ്പത്തിക യുദ്ധമോ അതല്ലെങ്കിൽ പോളിസി വാറോ ഒക്കെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതിന്റെ അണിയറ നീക്കങ്ങളാണ് ഇപ്പോൾ ഫ്രാൻസിലും റഷ്യയിലും ആരംഭിച്ചിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. യെസ് സാർ, അങ്ങനെയാണെങ്കിൽ കൂടി ഇപ്പോൾ റഷ്യയും ഫ്രാൻസും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടത്തുന്നു. അവരെന്ത് തീരുമാനമെടുക്കാനാണ് സാധ്യത എന്നുള്ളത് നമുക്കറിയില്ല. റഷ്യയെ സംബന്ധിച്ച് റഷ്യ ഇറാന്റെ ഒരു ഭാഗമാകുമോ, അല്ലെങ്കിൽ റഷ്യ അമേരിക്കയെയോ ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യുമോ? ഈ രീതിയിലുള്ള ചർച്ചകളൊക്കെ പുരോഗമിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഫ്രാൻസ് എന്ത് തീരുമാനമെടുക്കുന്നു എന്നതിനേക്കാൾ ഉപരി പുടിൻ ഈ വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യാനായിരിക്കും സാധ്യത? അതൊരു വലിയ ചോദ്യമല്ലേ? തീർച്ചയായിട്ടും പ്രധാനം പ്രസക്തവുമായ കാര്യം അതാണ്. റഷ്യയുടെ ഇപ്പോഴത്തെ നിലപാടാണ് ലോകം ഉറ്റുനോക്കുന്നത്, പ്രത്യേകിച്ചും ഭാരതം. നമ്മളെ സംബന്ധിച്ചും റഷ്യയുടെ നിലപാട് വളരെ പ്രധാനമാണ്. അതായത് ഗൾഫ് കടലിടുക്കിലൂടെയുള്ള എണ്ണ ഗതാഗതം, അതുപോലെ നാച്ചുറൽ ഗ്യാസിന്റെ ഇങ്ങനെയൊക്കെയുള്ള വഴി തടയുന്ന സമയത്ത് നമുക്ക് വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു ബന്ധമാണ് റഷ്യയുമായിട്ട് ഉള്ളത്. അതുകൊണ്ട് ലോകത്ത് ആര് നമുക്ക് എണ്ണ തന്നില്ല എങ്കിലും അമേരിക്ക എത്ര ബലം പിടിച്ചാലും റഷ്യ കൂടെ ഉള്ളപ്പോൾ സാമ്പത്തിക രംഗത്തും അതുപോലെ തന്നെ ഈ ഇന്ധന രംഗത്തും ഓയിലിന്റെ രംഗത്തും ഇന്ത്യക്ക് വളരെയേറെ ആത്മവിശ്വാസം തരുന്നത് റഷ്യയുടെ പിന്തുണയാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ റഷ്യ എടുക്കുന്ന സ്വതന്ത്ര വ്യാപാരം എന്നുള്ള ഒരു നിലപാടായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. അതായത് ഈ അന്തരീക്ഷത്തിൽ പരമാവധി എണ്ണ പരമാവധി രാജ്യങ്ങളിലേക്ക് വിറ്റുകൊണ്ട് അവരുടെ വ്യാപാരം സുഗമമാക്കി വർദ്ധിപ്പിച്ചെടുക്കുക. ഇത് 2 തരത്തിൽ അവർക്ക് ഗുണം ചെയ്യും. ഒന്ന്, അമേരിക്കയുടെ ഉപരോധങ്ങളെ മറികടക്കാനുള്ള ഒരു നല്ല അവസരമായിട്ട് ഇതിനെ ഉപയോഗിക്കാം. എല്ലാ രാജ്യങ്ങളുമായിട്ടും നേരിട്ട് ബന്ധമുണ്ടാക്കിക്കൊണ്ട് എണ്ണ കയറ്റുമതി ചെയ്യാനും കൂടുതൽ വരുമാനം ഉണ്ടാക്കാനും റഷ്യക്ക് സാധിക്കും. എന്നാൽ ഇതേ സമയം മറുവശത്ത് സംഭവിക്കുന്നത്, ഇപ്പോൾ ഫ്രാൻസ്, ബ്രിട്ടൻ അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ, അല്ലെങ്കിൽ G7 രാജ്യങ്ങൾ, അതല്ലെങ്കിൽ അമേരിക്കൻ പക്ഷത്ത് നിൽക്കുന്ന രാജ്യങ്ങൾ, ഇവരുടെയൊക്കെ ചിന്ത അമേരിക്കയുടെ നിർദ്ദേശത്തിനനുസരിച്ച് ഈ കാര്യത്തിൽ നീങ്ങുക എന്നുള്ളതായിരിക്കും. അപ്പോൾ ശരിക്കും എനിക്ക് തോന്നുന്നത് ഫ്രാൻസ് ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്ന ഒരു ചെറിയ വെട്ടിലാണ്. അമേരിക്കയെ പിണക്കാനും വയ്യ, റഷ്യയുടെ ആനുകൂല്യങ്ങൾ പറ്റുകയും വേണം. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കക്ഷത്തിലുള്ളത് പോവുകയും ചെയ്യരുത്, ഉത്തരത്തിലെ എടുക്കാനും പറ്റുമോ എന്നുള്ള ഒരു തന്ത്രമാണ് ഇപ്പൊ ഫ്രാൻസ് പയറ്റാനുള്ള സാധ്യത.
എന്തു തന്നെയാണെങ്കിലും ഇക്കാര്യത്തിൽ റഷ്യക്കായിരിക്കും ലാഭമുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കും ആ ഒരു നിലപാട്, റഷ്യൻ നിലപാട് നിർണായകമാണ്. ഫ്രാൻസിന്റെ നിലപാട് എന്തു തന്നെയാണെങ്കിലും അത് അമേരിക്കയെ വിട്ട് മറ്റൊരു നിലപാടെടുക്കാൻ മാത്രം, റഷ്യയെ പോലെ സുരക്ഷിതമായിട്ടുള്ള ഒരു സാമ്പത്തിക സ്ഥിതിയോ അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സ്ഥിതിയോ അതല്ലെങ്കിൽ എണ്ണ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയോ ഇന്ന് ഫ്രാൻസിനുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഈ ഒരു ചർച്ചയിൽ റഷ്യ മേൽക്കൈ നേടുകയാണ് എങ്കിൽ അത് അമേരിക്കയ്ക്കെതിരായിട്ടുള്ള ഒരു വലിയ സമ്മർദ്ദമായി മാറും. സർ, അതേസമയം മറ്റൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇറാൻ ഗൾഫ് മേഖലകളെ ഇനി ആക്രമിക്കില്ല എന്ന് ഇറാൻ പ്രസിഡന്റ് ഒരു സുപ്രഭാതത്തിൽ വന്ന് പറയുകയുണ്ടായി. പക്ഷെ അത് പറഞ്ഞ് മണിക്കൂറുകൾക്കകം തന്നെ അവർ ഗൾഫിനെ ആക്രമിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. അതേസമയം ഹോർമൂസ് കടലിടുക്ക് തുറക്കുകയും അതുവഴി ചരക്ക് ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്ന ഒരു ഇറാനെയും നമ്മൾ കണ്ടു. ഒരേ സമയം യുദ്ധം കടുപ്പിക്കുകയും ഒരേ സമയം യുദ്ധത്തിൽ കോംപ്രമൈസുകളാകാം എന്നൊരു നിലപാടും എടുക്കുന്ന ഇറാൻ യഥാർത്ഥത്തിൽ എന്തായിരിക്കാം ഇറാന്റെ ഉദ്ദേശം? യഥാർത്ഥത്തിൽ ഇറാൻ എന്ന് പറയുന്നത് എന്താണ് എന്നത് ഇപ്പൊ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പുറമേ നിന്ന് ധരിക്കുന്നത് ഇറാൻ ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമാണ്, ഒരൊറ്റ രാജ്യമാണ് എന്നാണ്. പക്ഷെ അങ്ങനെ അല്ല എന്നിപ്പോ തെളിഞ്ഞിരിക്കുന്നു. ഇറാന്റെ ഭരണാധികാരികൾ ഒന്ന് പറയുന്നു, ഇറാന്റെ പട്ടാളം മറ്റൊന്ന് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ ഇറാനിലെ പട്ടാളം എന്നുള്ളത് ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിൽ അല്ല. സർക്കാർ എന്തു പറഞ്ഞാലും അനുസരിക്കാൻ പട്ടാളം തയ്യാറല്ല. അതിന് കാരണം പട്ടാളത്തിനുള്ളിൽ മത തീവ്രവാദികൾ നിർണായക സ്വാധീനം നേടിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ മത തീവ്രവാദികൾ നയിക്കുന്ന പട്ടാളവും ഭരണകൂടം വ്യത്യസ്തമായ നിലപാടിലും നിൽക്കുമ്പോൾ ഭരണകൂടം എന്ത് പറഞ്ഞാലും പട്ടാളം അതനുസരിക്കില്ല. ഇനി പട്ടാളവും ഭരണകൂടവും ഒന്നിച്ചു നിന്നു എന്ന് തന്നെ ഇരിക്കട്ടെ, അവിടുത്തെ റിബൽ ഗ്രൂപ്പുകൾ, തീവ്രവാദ സംഘടനകൾ, അവർക്ക് അവരുടേതായിട്ടുള്ള നിലപാടെടുക്കാനുള്ള കരുത്തിന്ന് അവിടെ ഉണ്ട്. അവരെ ആയുധമണിയിക്കാൻ കഴിയുന്ന സംവിധാനങ്ങളുമുണ്ട്. അപ്പോൾ പട്ടാളവും ഭരണകൂടവും ഒന്നിച്ചു നിന്നാൽ പോലും അവിടുത്തെ തീവ്രവാദ സായുധ ഗ്രൂപ്പുകൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാതിരിക്കില്ല. ചുരുക്കി പറഞ്ഞാൽ ഇറാന്റെ ഭരണകൂടത്തിന് ഇറാനിൽ ഇപ്പോൾ നിയന്ത്രണം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ വന്നാൽ ഇത് ഇറാന്റെ സമ്പൂർണ്ണ തകർച്ചയിലേക്ക് പോകും. അവിടെ കുർദുകളെ സംബന്ധിച്ചിടത്തോളം ജനസംഖ്യയുടെ പകുതിയോളം ഉണ്ട്. അവർക്ക് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ പിളർന്ന് മറ്റൊരു രാജ്യം ഉണ്ടാക്കാനുള്ള അവസരമായിട്ട് ഇത് മാറും. അന്താരാഷ്ട്ര പിന്തുണയും കിട്ടും. അങ്ങനെ വരുമ്പോൾ ഇറാൻ എന്ന് പറയുന്ന രാജ്യം നെടുകെ പിളരുന്ന ഒരു കാഴ്ചയായിരിക്കും കാണുക ഒന്നാം ഘട്ടത്തിൽ. രണ്ടാം ഘട്ടത്തിൽ അങ്ങനെ ഒരു പിളർപ്പുണ്ടാവുകയും കുർദുകളുടെ ഒരു രാജ്യം രൂപീകരിക്കപ്പെടുകയും ചെയ്താൽ അവിടെ നഷ്ടപ്പെട്ടു പോയ അധികാരം തിരിച്ചു പിടിക്കാൻ അവിടുത്തെ ക്രൈസ്തവ സംവിധാനങ്ങളും ഉണരും. അങ്ങനെ വന്നാൽ ഒരു ക്രൈസ്തവ രാജ്യവും നമുക്ക് പ്രതീക്ഷിക്കാം. ചുരുക്കി പറഞ്ഞാൽ ഇറാനെ മൂന്നാക്കി പിളർക്കുന്ന ഒരു രാഷ്ട്രീയ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരാനാണ് സാധ്യത. സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റഷ്യ എന്ത് നിലപാടെടുക്കും എന്നുള്ളത് ലോകത്തിലെ മറ്റ് രാജ്യങ്ങളെക്കാൾ കൂടുതൽ ഇന്ത്യ ഉറ്റുനോക്കുന്ന ഒന്നാണ്. ഒരുപക്ഷെ റഷ്യ ഇറാൻ അനുകൂലമായോ അല്ലെങ്കിൽ ഇറാൻ എതിരായോ ഏത് നിലപാടെടുത്താലും ഇന്ത്യ ആർക്കൊപ്പം നിൽക്കാനാണ് കൂടുതൽ സാധ്യത? ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യയുടെയോ നിലപാടുകളും യാതൊരു വിധത്തിലും നമ്മളെ ബാധിക്കാൻ പോകുന്നില്ല. റഷ്യ ഇറാൻ അനുകൂലമായിട്ട് നിന്നാലും ഇറാൻ എതിരായിട്ട് നിന്നാലും ഒറ്റയ്ക്ക് നിന്നാലും നമുക്ക് നമ്മുടെ റഷ്യയുമായിട്ടുള്ള ബന്ധം ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കും. അത് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുമുണ്ട്. ആഗോളതലത്തിൽ സംഘർഷങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ രാജ്യത്ത് ഒരു ചർച്ച നടക്കാറുള്ളത് പണ്ടൊക്കെ നമ്മൾ ആരുടെ പക്ഷത്താണ് എന്ന ഭാഗത്തിലാണ്. അതായത് ഇന്ത്യ റഷ്യയുടെ കൂടെയാണോ, ഇന്ത്യ ഇറാന്റെ കൂടെയാണോ, ഇന്ത്യ ഇസ്രായേലിന്റെ കൂടെയാണോ, ഹൂത്തികളുടെ കൂടെയാണോ, ഹമാസിന്റെ കൂടെയാണോ, ഇങ്ങനെ ചോദിക്കുന്ന ഒരു പതിവ് ഇന്ത്യയിലുണ്ട്. ഇത് കോൺഗ്രസിന്റെ ഭരണകാലത്തുണ്ടായ ഒരു ശൈലിയാണ്. പക്ഷെ ഇപ്പൊ ഭരിക്കുന്നത് BJP ആണ്. BJP അക്കാര്യത്തിൽ നയം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യ ഇന്ത്യയുടെ കൂടെയാണ് എന്ന് പറഞ്ഞാൽ ലോകത്ത് എന്ത് സംഭവിച്ചാലും അവരുടെ പക്ഷം പിടിച്ച് അതിന്റെ ഒരു ഭാഗമായി തീരേണ്ട ബാധ്യതയൊന്നും ഇന്ത്യക്കില്ല. അങ്ങനെ ഇന്ത്യയെ കൊണ്ട് സമ്മതിപ്പിക്കാനുള്ള കഴിവ് ഇന്ന് ലോകത്ത് ഒരു രാജ്യത്തിനുമില്ല, അമേരിക്കയ്ക്ക് പോലും ഇല്ല. ആ സ്ഥിതിക്ക് ആ ലോക അന്തരീക്ഷത്തിൽ നടക്കാൻ പോകുന്ന അല്ലെ നടന്നുകൊണ്ടിരിക്കുന്ന എന്ത് കാര്യത്തിലും ഇന്ത്യയുടെ ലാഭകരമായ സുരക്ഷിതമായ ഒരു നിലപാട് ന്യായയുക്തമായി സ്വീകരിച്ചുകൊണ്ട് അതിൽ അടിയുറച്ചു നിൽക്കാനും അത് തുറന്ന് പ്രഖ്യാപിക്കാനുമുള്ള ആർജവമുള്ള രാജ്യമായിട്ട് ഇന്ത്യ മാറിയിരിക്കുന്നു. അതുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആരോടൊപ്പം എന്ന ചോദ്യത്തിന് ഒറ്റ മറുപടിയേ ഉള്ളൂ: ഇന്ത്യ എപ്പോഴും ഇനി ഇന്ത്യയോടൊപ്പം മാത്രമായിരിക്കും.
യെസ്, എന്തായാലും ഇറാൻ സംഘർഷം 11ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇറാൻ ഗൾഫ് മേഖലകളെ ആക്രമിക്കുന്നതിൽ ഒരയവും വരുത്തിയിട്ടില്ല. വിവിധ തരത്തിലുള്ള അപകടങ്ങളുടെ അല്ലെങ്കിൽ മരണം സംഭവിച്ചു എന്നതടക്കമുള്ള റിപ്പോർട്ടുകളാണ് അബുദാബി, ബഹ്റൈൻ തുടങ്ങിയ എമിറേറ്റുകളിൽ നിന്നുൾപ്പെടെ പുറത്തേക്ക് വരുന്നത്. എന്തുകൊണ്ടായിരിക്കാം ഗൾഫ് മേഖലയെ ഈ രീതിയിൽ ഇറാൻ ഉന്നം വയ്ക്കുന്നത് എന്നതൊരു വലിയ ചോദ്യമായി തന്നെ ബാക്കിയുണ്ട്. അതേസമയം റഷ്യയും ഫ്രാൻസും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടന്നിട്ടുണ്ട്. റഷ്യ എന്ത് നിലപാടെടുക്കും എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്ന ഒന്ന്. പുടിൻ ഈ വിഷയത്തിൽ തീരുമാനിക്കുന്ന അല്ലെങ്കിൽ എടുക്കുന്ന നിലപാട് ലോകത്തെ അല്ലെങ്കിൽ ഇറാന്റെ തന്നെ അല്ലെങ്കിൽ അമേരിക്കയെ തന്നെ ഏത് രീതിയിലും ബാധിക്കും എന്നൊക്കെ വരും മണിക്കൂറുകളിൽ അറിയാം. ജയസൂര്യൻ സാർ സൂചിപ്പിച്ചതുപോലെ ഫ്രാൻസ് എന്ത് തീരുമാനമെടുത്താലും അത് ലോകത്ത് വലിയൊരു ചലനം ഉണ്ടാക്കാൻ പോകുന്നില്ല. സാമ്പത്തികമായി അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഫ്രാൻസിന് അങ്ങനെ മറ്റൊരു നിലപാട് എടുക്കാനും സാധിക്കുന്നതല്ല. പക്ഷേ റഷ്യയെ സംബന്ധിച്ച്, പുടിനെ സംബന്ധിച്ച് അങ്ങനെയല്ല എന്നതാണ് വ്യത്യസ്തം. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു ജയസൂര്യൻ സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.